ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ 3 യൂസസ് അത് നമ്മൾ കഴിഞ്ഞ ഒരു ലെക്ചറിൽ നമ്മൾ എടുത്തായിരുന്നു. അതായത് ഡൈമെൻഷൻസ് ഓഫ് അൺനോൺ ക്വാണ്ടിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക, റിലേഷൻസ് ഡറൈവ് ചെയ്യുക, അതുപോലെ തന്നെ യൂണിറ്റിൻ്റെ കൺവേർഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, പോയി നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾ ഈ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് റെഗുലറായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക് റൗണ്ടിങ് ഓഫ് നമ്പേഴ്സ്, അതായത് നമ്പേഴ്സിനെ എങ്ങനെ റൗണ്ട് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് ഡയറക്റ്റായിട്ട് പോവാം. അപ്പം ആദ്യത്തെ നമ്പറാണ് 4.3761. ഇതാണ് ആദ്യത്തെ നമ്പർ. ക്വസ്റ്റ്യനിൽ എനിക്ക് ഒരു ഡെസിമൽ പ്ലേസേ പാടുള്ളൂ. അതായത് ഈ ഒരു പോയിൻറ്റിന് ശേഷം ഒരു ഡിജിറ്റ് മാത്രമേ വരാവൂ. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു ഡിജിറ്റിന് ശേഷമുള്ള സംഖ്യ നോക്കണം. ഇവിടെ ഏതാണ്? 7. ആ സംഖ്യ എന്ന് പറയുന്നത്, ആ നമ്പർ എന്ന് പറയുന്നത് 5-നെക്കാട്ടിയും കൂടുതലായിട്ടുള്ള നമ്പർ ആണെങ്കിൽ എനിക്ക് റൗണ്ട് ഓഫ് ചെയ്യാനുള്ള നമ്പർ, അതായത് 3, ആ നമ്പർ 1 കൂടും. അതായത് ഇത് 4.4 എന്നാകും. ഇതാണ് ആദ്യത്തെ ടോപ്പിക്. അപ്പം ഇനി അടുത്തൊരു കൺസെപ്റ്റ്. ഇപ്പം എനിക്ക് റൗണ്ട് ഓഫ് ചെയ്യാനുള്ള നമ്പർ 4.3721 ആണെന്ന് വിചാരിച്ചു. ഓക്കെ, 4.3721 എനിക്ക് റൗണ്ട് ഓഫ് ചെയ്യാനുള്ള ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ടാണ്. എനിക്ക് ഇത്രയും ഡിജിറ്റ് മതി എൻ്റെ ആൻസറിൽ ഇത്രയും ഡിജിറ്റ് മതി. അപ്പോൾ എനിക്ക് 7ൻ്റെ അവിടെ വെച്ചിട്ട് ആ നമ്പർ എനിക്ക് നിർത്തണം. അപ്പോൾ ഞാനിത് തൊട്ടടുത്തുള്ള സംഖ്യ നോക്കി, 5-നെക്കാട്ടിയും കുറവാണ് ആ സംഖ്യ. അപ്പം എനിക്ക് റൗണ്ട് ഓഫ് ചെയ്യാനുള്ള സംഖ്യയ്ക്ക് ശേഷം വരുന്ന നമ്പർ 5-നെക്കാട്ടിയും കുറവാണെങ്കിൽ എനിക്ക് റൗണ്ട് ഓഫ് ചെയ്യാനുള്ള സംഖ്യയ്ക്ക് ഒരു ചേഞ്ചും ഇല്ല. അതായത് ഇതിൻ്റെ ആൻസർ 4.37 എന്നായിരിക്കും ഇതിൻ്റെ ആൻസർ. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 4.3761 എനിക്ക് 3 ഡിജിറ്റ് ടോട്ടൽ പാടുള്ളൂ. അപ്പോൾ എനിക്ക് 7ൻ്റെ അവിടെ വെച്ച് റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പോൾ ഞാൻ 7ന് ശേഷമുള്ള നമ്പർ നോക്കി. അപ്പോൾ നമ്പർ നോക്കിയപ്പോൾ 6 ആണ്. ആ നമ്പർ 5-നെക്കാട്ടിയും കൂടുതലാണ്. സോ എനിക്ക് റൗണ്ട് ഓഫ് ചെയ്യാനുള്ള സംഖ്യ, അതായത് 7, ഞാൻ 1 കൂട്ടി. അതായത് 4.38 ആണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കറിയാം. ഇനി ഏറ്റവും പ്രശ്നമെന്ന് പറയുന്നത്, എനിക്കിപ്പോൾ റൗണ്ട് ഓഫ് ചെയ്യാനുള്ള സംഖ്യ ഞാൻ എഴുതിയാണ് 4.3752. എനിക്ക് 3 ഡിജിറ്റേ ടോട്ടൽ പാടുള്ളൂ. എനിക്ക് 7ൻ്റെ അവിടെ വെച്ച് നമ്പർ നിർത്തണം. ഞാൻ അതിന് ശേഷമുള്ള നമ്പർ നോക്കി 5. നേരത്തെ 5-നെക്കാട്ടിയും കൂടുതലായിരുന്നപ്പോൾ നമുക്ക് 1 കൂട്ടാം. 5-നെക്കാട്ടിയും കുറവായിരുന്നപ്പോൾ ഒരു ചേഞ്ചും ഇല്ല. ഇവിടെ 5 വന്നത്. അപ്പം 5 വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. 5 വന്നാൽ നിങ്ങൾ നോക്കേണ്ടത് 5-ന് ശേഷം ഏതെങ്കിലും നോൺ സീറോ ആയിട്ടുള്ള ഡിജിറ്റ് ആണോ നോക്കണം. അതായത് 0 അല്ലാത്ത ഏതെങ്കിലും ഒരു സംഖ്യ ആണോ നോക്കണം. ആണെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്യാനുള്ള സംഖ്യ അല്ലെങ്കിൽ നമ്പർ 1 കൂട്ടണം. അപ്പം 5-ന് ശേഷം നമ്പർ നോൺ സീറോ നമ്പർ ആണെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്യാനുള്ള സംഖ്യ, അതായത് ഇവിടെ 7, അത് 1 കൂട്ടണം. അതായത് 4.38 എന്ന് വരും ആൻസർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇനി അഥവാ 4.3750 ആണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിച്ചോ. എനിക്ക് ഈ 3 ഡിജിറ്റ് മതി. അപ്പോൾ 7-ന് ശേഷമുള്ള സംഖ്യ 5 ആണ്. അപ്പോൾ നേരത്തെ 5 വരണമെങ്കിൽ 5-ന് ശേഷമുള്ള സംഖ്യ നോക്കണം. നോൺ സീറോ ആണ് വരണമെങ്കിൽ നമ്മൾ 1 കൂട്ടണം. 0 ആണ് വരണമെങ്കിലോ അല്ലെങ്കിൽ 0 ആണെങ്കിലോ അല്ലെങ്കിൽ നമ്പർ ഒന്നും ഇല്ലെങ്കിലോ, നമ്പർ ഒന്നും ഇല്ലെന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഇതാണ്, അതായത് 4.375 ഇങ്ങനെയാണ് വരണമെങ്കിലോ, നോൺ സീറോ അല്ല 0 ആണ് അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്പർ ഇല്ല, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാനുള്ള സംഖ്യ നോക്കണം. ഇവിടെ ഏതാണ്? 7. 3 ഡിജിറ്റ് എനിക്ക് മതി. ഇവിടെ 7. ഓഡാണെങ്കിൽ ആ ഒരു നമ്പർ ഓഡാണെങ്കിൽ 1 കൂട്ടി ഈവൻ ആക്കണം.
ഈവൻ ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട. അപ്പോൾ ഓടായതുകൊണ്ട് ഇതും 4.38 എന്ന് വരും, ഇത് 4.38 എന്ന് വരും. ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. 4.36500. അപ്പോൾ എനിക്ക് 3 ഡിജിറ്റ് മതി. ക്വസ്റ്റ്യനിൽ 3 ഡിജിറ്റ് വരെ റൗണ്ട് ഓഫ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വരെ റൗണ്ട് ഓഫ് ചെയ്യാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കി, എനിക്ക് റൗണ്ട് ഓഫ് എനിക്ക് 6 വരെ 4.36 ആ ഒരു 3 ഡിജിറ്റ് അല്ലെങ്കിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എനിക്ക് മതി. അപ്പോൾ ഞാൻ തൊട്ടടുത്തുള്ള സംഖ്യ നോക്കി 5. അപ്പോൾ 5 ആണെങ്കിൽ എന്ത് ചെയ്യണം, അതിന് ശേഷമുള്ള സംഖ്യ നോക്കണം. ഇവിടെ 0 ആണ്. അപ്പം 0 ആണെങ്കിൽ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാനുള്ള സംഖ്യ ഓടാണെങ്കിൽ ഈവൻ ആക്കണം, ഈവൻ ആണെങ്കിൽ നോട്ട് ചെയ്യും. സോ റൗണ്ട് ഓഫ് ചെയ്യാനുള്ള സംഖ്യ ഇവിടെ ഏതാണ്, 6 ആണ്. അതൊരു ഈവൻ നമ്പറാണ്. സോ അതിന് നോട്ട് ചെയ്യും. സോ 4.36 എന്ന് വരും. ഇതാണ് റൗണ്ട് ഓഫ് നമ്പേഴ്സിൻ്റെ റൂൾ എന്ന് പറയുന്നത്. നമുക്കിനി അടുത്തത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ ഒരു കൺസെപ്റ്റിലോട് പോകുന്നതിന് മുമ്പ് അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഈ ഒരു ടൈമിൽ എത്ര നമ്പറിൽ റൗണ്ട് ഓഫ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അഡീഷൻ നോക്കാം. നമ്മൾ അഡീഷൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ ചെയ്യുമ്പോഴോ ഫൈനൽ ആൻസറിൽ നമ്മൾ ആഡ് ചെയ്യുന്ന നമ്പറിന് മിനിമം നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസ്, അതായത് പോയിൻറ്റിന് ശേഷം എത്ര നമ്പറുണ്ട് അത് ഏത് നമ്പറിനാണോ കുറവുള്ളത് ആ കുറവ് നമ്പർ ആയിരിക്കണം ഫൈനൽ ആൻസറിലും വരേണ്ടത്. നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. ഇപ്പോൾ ഇത് 3.0 + 1.0067. അപ്പം ഡെസിമൽ പ്ലേസ് ആദ്യം നോക്കണം. പോയിൻറ്റിന് ശേഷം ഒരു 0 മാത്രം. സോ ഒരു ഡെസിമൽ പ്ലേസ് ഇവിടെ പോയിൻറ്റിന് ശേഷം 4 പ്ലേസസ് ഉണ്ട്. സോ 4 ഡെസിമൽ പ്ലേസസ് ആണ് വരുന്നത്. അപ്പം മിനിമം വേണം നോക്കാൻ. അപ്പോൾ ഫൈനൽ ആൻസർ മിനിമം ഒരു ഡെസിമൽ പ്ലേസേ വരാവൂ. അപ്പോൾ നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് ഈ നമ്പർ എന്നോട് കൂട്ടുമ്പോൾ നമുക്ക് 4.0067 വരും. അപ്പം മിനിമം ഒരു ഡെസിമൽ പ്ലേസേ വരാവൂ, അതായത് ഇതുവരെ എനിക്ക് ആൻസർ വരാവൂ. അപ്പോൾ അതിൻ്റെ ശേഷമുള്ള സംഖ്യ നോക്കി <5 ആണ്. സോ യു ഡു നോട്ട് നീഡ് ടു ചേഞ്ച് എനിത്തിങ്. സോ അപ്പം എന്താണ് 4.0 എന്ന് തന്നെ ഡയറക്റ്റായിട്ട് വരും. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4 - 0.3. 4 - 0.3. അപ്പം ആദ്യത്തേൽ ഡെസിമൽ പ്ലേസസ് എന്ന് പറയുന്നത് 0 ആണ്, രണ്ടാമത്തേൽ ഒരു ഡെസിമൽ പ്ലേസും ആണ്. അപ്പം ഫൈനൽ ആൻസറിൽ ഒരു ഡെസിമൽ പ്ലേസേ വരാവൂ അല്ലേ. അപ്പോൾ ഞാൻ 4ൽ നിന്ന് 0.3 കുറയ്ക്കുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 0.3 കുറയ്ക്കുമ്പോൾ എനിക്ക് 3.7 എന്ന ആൻസർ കിട്ടും. അപ്പം ഇത് വെച്ചിട്ട് പറയുന്നതാണ് ഫൈനൽ ആൻസറിൽ 0 ഡെസിമൽ പ്ലേസസേ വരാവൂ. ഇവിടെ ഇപ്പോൾ ഒരു ഡെസിമൽ പ്ലേസസ് ഉണ്ട്. അപ്പോൾ 0 ഡെസിമൽ പ്ലേസസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇവിടെ വച്ച് എനിക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഞാൻ ശേഷമുള്ള സംഖ്യ നോക്കി, അതായത് നമ്പർ ആഫ്റ്റർ 3. ഇവിടെ 7 ആണ്. സോ 7 ഈസ് ഗ്രേറ്റർ ദാൻ 5. സോ വി ഹാവ് ടു ആഡ് 1 വിത്ത് 3. സോ ആൻസർ വിൽ ബിക്കം 4. ഇങ്ങനെയാണ് അവിടെ അങ്ങനെ വരുന്നത്. ഓക്കെ, ഇനി മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ. സോ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ എന്ന് വരുമ്പോൾ ഫൈനൽ ആൻസറിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്ന നമ്പറിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എത്ര ഉണ്ടെന്ന് നോക്കണം. അതിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ നമ്പർ കുറഞ്ഞ ആളാദ്യം നോക്കണം. അതായത് ഏത് നമ്പറിനാണ് ലെസ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് നോക്കണം. അപ്പം കുറഞ്ഞ ആളുടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ് കുറവുള്ളത് അത്രയും തന്നെ ഫൈനൽ ആൻസറിൽ വരണം. ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. 3 × 1.2. ആദ്യത്തേൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗറാണുള്ളത്, രണ്ടാമത്തെ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണുള്ളത്. അപ്പോൾ ഇതിൽ ചെറുതേതാണ്? ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. അപ്പോൾ ഫൈനൽ ആൻസറിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ വരാവും. അപ്പോൾ ഇതിനെ ഗുണിക്കുമ്പോൾ നമുക്ക് 3.6 എന്ന് കിട്ടും. ഫൈനൽ ആൻസറിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. സോ വി ഹാവ് ടു റൗണ്ട് 3 അവിടെ വെച്ച് നമ്മൾ റൗണ്ട് ചെയ്യണം. സോ ദ നമ്പർ ആഫ്റ്റർ 3 ഈസ് 6 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 5. സോ വി ഹാവ് ടു ആഡ് 1 വിത്ത് 3. അപ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ 4 എന്ന് വന്നു. ഇതാണ്
മൾട്ടിപ്ലിക്കേഷൻ്റെയും ഡിവിഷൻ്റെയും കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് കൺസെപ്റ്റ്സിലോട്ട് പോകാം. നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ കൺസെപ്റ്റിലോട്ട് തന്നെയാണ് പോവാം. സോ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു മെഷർമെൻറ്റ് നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു വാല്യൂ ഷുവറായിട്ടും വരും. അത് എത്ര ഷുവറിറ്റി ഉണ്ടെന്നറിയാനായിട്ട്, അതായത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ആ ഒരു വാല്യൂയുടെ ആക്യുറസി കൂടും. അപ്പോൾ നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നോക്കാം. അപ്പോൾ ഇതൊരു മെഷർമെൻറ്റ് ടൈമിലാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു നമ്പർ ആദ്യമേ തുടങ്ങാം. സോ 4, 1, 7. അപ്പം ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് നോൺ സീറോ ഡിജിറ്റ് എന്ന് പറയുന്നത് നോൺ സീറോ ഡിജിറ്റ്, അതായത് സീറോ അല്ലാത്ത ഏതൊരു നമ്പറും സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 3 ആണ് ഇവിടുത്തെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ നമ്പർ. അടുത്തൊരു ക്വസ്റ്റ്യൻ 44002. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അടുത്ത റൂളാണ് പറയുന്നത് രണ്ട് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിനിടയിലുള്ള സീറോയോ അല്ലെങ്കിൽ രണ്ട് നോൺ സീറോ ഡിജിറ്റിനിടയിലുള്ള സീറോ, അതായത് ട്രാപ്പിംഗ് സീറോ, അതായത് ഈ സീറോ എന്ന് പറയുന്നത് രണ്ട് സിഗ്നിഫിക്കൻറ്റ് നമ്പേഴ്സിൻ്റെ ഇടയിൽ ട്രാപ്പ് ചെയ്തിരിക്കില്ലേ, അത് സിഗ്നിഫിക്കൻ്റ് ആണെന്നാണ് റൂള് പറയുന്നത്. അപ്പോൾ ഇവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ നമ്പർ 4 ആണ് ഇതിൻ്റെ ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ 2.01. അപ്പോൾ 2.01, അപ്പോൾ ഇതെന്താണ്? ഇത് ട്രാപ്പിംഗ് സീറോ ആണ്. സോ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ നമ്പർ 3 ആണ്. ഇനി 2.100. അപ്പോൾ അടുത്ത റൂളിലോട്ട് പറയാൻ പോകണം. അടുത്ത റൂള് പറയാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത റൂൾ എന്താണ് പറയുന്നത്? എൻഡിങ് സീറോ, അതായത് ഈ ലാസ്റ്റ് വരുന്ന സീറോ അത് സിഗ്നിഫിക്കൻ്റ് ആവണമെങ്കിൽ ആ ഒരു സീറോ എന്ന് പറയുന്നത് പോയിൻറ്റിന് ശേഷവും ആയിരിക്കണം, അവസാനവും ആയിരിക്കണം. അപ്പം ഈ ഒരു സീറോ എന്ന് പറയുന്നത് പോയിൻറ്റിന് ശേഷമല്ലേ, അവസാനമല്ലേ. അപ്പം ഈ ഒരു സീറോ എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ് ആണ്. ഇത് 2 ആൾറെഡി സിഗ്നിഫിക്കൻ്റ് ആണ്. രണ്ട് സിഗ്നിഫിക്കൻറ്റിൻ്റെ ഇടയിലുള്ള സീറോയും സിഗ്നിഫിക്കൻ്റ് ആണ്. സോ ഇത് സിഗ്നിഫിക്കൻ്റ് ആണ്. പിന്നെ ഒരു നോൺ സീറോ നമ്പർ എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ് ആണ്. സോ ഇവിടെ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം 4 ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ 0.0020. അപ്പം ഇതിലുള്ള സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത റൂള് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനിഷ്യൽ സീറോസ്, അതായത് ആദ്യം വരുന്ന സീറോ ഇവിടെ നോക്കിയേ, പോയിൻറ്റിന് ശേഷം ആദ്യം സീറോ ഉണ്ടല്ലേ, ഇത്രയും സീറോ ഉണ്ട്. ഈ 3 സീറോയും ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റിന് മുമ്പുള്ള സീറോസാണ് ഉദ്ദേശിക്കുന്നത്. അത് ഇൻസിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. പിന്നെ എന്തായാലും എൻഡിങ് സീറോയും പോയിൻറ്റിന് ശേഷവും എൻഡിങ് സീറോ ആയതുകൊണ്ട് തന്നെ ഇത് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. 2 നോൺ സീറോ ആയതുകൊണ്ട് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. സോ ഇവിടെയുള്ള നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് 2 ആണ്. ഇനി ഒരു പവറിൻ്റെ കേസ്, അതായത് 4 × 10⁻². ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് പറയുന്നതെന്ന് വെച്ചാൽ ഈ പവറിൻ്റെ പോർഷൻ നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ കൗണ്ട് ചെയ്യില്ല. അതിന് തൊട്ട് മുന്നിലുള്ള ഈ ഒരു പോർഷൻ അതിൻ്റേത് മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ 1 ആണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം. അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. 4.0 × 10². ഇപ്പോൾ ഇവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം എത്രയാണ്? 2 ആണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ നമ്പർ. ഇതാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രൊപ്പഗേഷൻ ഓഫ് എറർ അതിനു മുമ്പ് നമുക്ക് കുറച്ച് ടൈപ്സ് ഓഫ് എറേഴ്സ് പഠിക്കാം. ഫസ്റ്റ്, നമ്മളൊരു മെഷർമെൻ്റ് എടുക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ ഒരു സ്കെയിലിൻ്റെ ലെങ്ത് നിങ്ങൾ എടുക്കണം, അല്ലെങ്കിൽ ഒരു സ്റ്റിക്കിൻ്റെ ലെങ്ത് നിങ്ങൾ എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ലെങ്ത് മെഷർ ചെയ്യുമ്പം ഒരുപാട് ടൈം നിങ്ങൾ മെഷർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ടൈം മെഷർ ചെയ്യുമ്പോൾ ചിലപ്പോൾ പല വാല്യൂ ആയിരിക്കും, ചിലപ്പം സെയിം വാല്യൂസൊക്കെ നിങ്ങൾക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ആണ് നിങ്ങൾ മെഷേർഡ് വാല്യൂ എന്ന് പറയുന്നത്. നിങ്ങൾ മെഷർ ചെയ്തെടുക്കുന്ന വാല്യൂവിനാണ് നിങ്ങൾ മെഷേർഡ് വാല്യൂ എന്ന് പറയുന്നത്.
ഈ മെഷേർഡ് വാല്യൂ ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് മെഷർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് x1 ആണ് വന്നത്, രണ്ടാമത് മെഷർ ചെയ്തപ്പോൾ x2 ആണ് വന്നത്, മൂന്നാമത് മെഷർ ചെയ്തപ്പോൾ x3 ആണ് വന്നത്. ഇത് മൂന്നുമാണ് മെഷേർഡ് വാല്യൂ എന്ന് പറയുന്നത്. ഈ 3 വാല്യൂവിനെ ഞാൻ കൂട്ടുകയാണ്, അതായത് x1 പ്ലസ് x2 പ്ലസ് x3. അപ്പം ടോട്ടൽ 3 റീഡിങ്ങാണ് ഞാൻ എടുത്തത്. അപ്പം അവരുടെ ആവറേജ് എടുക്കണം, അതായത് എത്ര മെഷർമെൻ്റ് എടുത്തു ബൈ എത്ര പ്രാവശ്യം മെഷർമെൻ്റ് എടുത്തു എന്നുള്ളത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം കിട്ടുന്ന വാല്യൂ ആണ് ട്രൂ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ട്രൂ വാല്യൂ നിങ്ങൾ ഇങ്ങനെ എക്സ് ആയിട്ട് എടുത്തോ. ട്രൂ വാല്യൂ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ട്രൂ വാല്യൂ ആണ് എക്സ് എന്ന് വിചാരിച്ചോ. ഇനി എക്സിന്ന് x1 കുറയ്ക്കുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അതിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സിന്ന് എനിക്ക് x2 കിട്ടുമ്പോൾ അടുത്തൊരു അബ്സല്യൂട്ട് എറർ കിട്ടും. എക്സിന്ന് x3 കുറയ്ക്കുമ്പോൾ അടുത്തൊരു അബ്സല്യൂട്ട് എറർ കിട്ടും. ഈ അബ്സല്യൂട്ട് എറർ നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. ഓക്കെ, അപ്പോൾ അബ്സല്യൂട്ട് എറർ നമുക്ക് ഒരുപാട് കിട്ടിയല്ലേ. അപ്പോൾ അബ്സല്യൂട്ട് എററിനെ ഇപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ അബ്സല്യൂട്ട് എറർ ഞാൻ ഡെൽറ്റ x1 ആണെന്ന് വിചാരിച്ചോ, രണ്ടാമത് കിട്ടിയത് ഡെൽറ്റ x2, മൂന്നാമത് കിട്ടിയത് ഡെൽറ്റ x3 ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ എനിക്ക് ചിലപ്പം പോസിറ്റീവ് ആയിരിക്കാം, നെഗറ്റീവ് ആയിരിക്കാം. അപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ ആ നെഗറ്റീവ് സൈനെ നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്തിട്ട് അതിനെ എല്ലാത്തിനെയും കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് ഡെൽറ്റ x1 പ്ലസ് ഡെൽറ്റ x2 പ്ലസ് ഡെൽറ്റ x3 ബൈ 3. അപ്പം കിട്ടുന്നതിനെ പറയുന്ന പേരാണ് മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. മീൻ അബ്സല്യൂട്ട് എറർ. ഇനി നമ്മൾ ഒരു വാല്യൂവിനെ നമ്മളൊരു മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നമുക്കതിനെ ഈ ഒരു ഫോർമാറ്റിൽ എഴുതാം. അതായത് ട്രൂ വാല്യൂ പ്ലസ് ഓർ മൈനസ് മീൻ അബ്സല്യൂട്ട് എറർ. ഇനി മീൻ അബ്സല്യൂട്ട് എററിനെ ഞാൻ ട്രൂ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത് റിലേറ്റീവ് എറർ എന്നറിയപ്പെടുന്നത്. റിലേറ്റീവ് എറർ. ഇനി റിലേറ്റീവ് എററിനെ ഞാൻ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഫ്രാക്ഷണൽ എറർ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഇറേഴ്സിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതും കഴിഞ്ഞു. ഇനിയാണ് നമുക്ക് നീറ്റിന് ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്ന ടോപ്പിക്കിലോട്ട് നമ്മൾ പോകാൻ പോകുന്നത്. അതായത് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് എറർ. അപ്പോൾ അതെന്താണെന്ന് പഠിക്കാം. ഞാനിപ്പോൾ ഒരു എൻ്റെ കയ്യിലൊരു ബുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ അതൊരു റെക്റ്റാങ്കുലർ ഷേപ്പ് ആയിരിക്കില്ലേ. ഒരു റെക്റ്റാങ്കുലർ ഷേപ്പാണ്. അതിനൊരു ലെങ്ത് L ഉണ്ട്, അതിൻ്റെ ഒരു ബ്രെഡ്ത്ത് B ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് രണ്ടും ലെങ്തും അതുപോലെ തന്നെ ബ്രെഡ്ത്തും ഞാൻ സ്കെയിൽ വെച്ച് മെഷർ ചെയ്തു. അപ്പോൾ എനിക്കൊരു വാല്യൂ കിട്ടി. പക്ഷേ അതിൽ കുറച്ച് എററുണ്ട്. എൻ്റെ അടുത്ത് ചോദിച്ചു ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ. സാറ് പറഞ്ഞു. ഞാനപ്പോൾ ഏരിയ കണ്ടുപിടിച്ചു. L/B എന്ന് ഞാൻ കണ്ടുപിടിച്ചു. അപ്പം ഈ ലെങ്തിൽ ആൾറെഡി ഒരു എററുണ്ട്, അതുപോലെ തന്നെ ബ്രെഡ്ത്തിലും ആൾറെഡി ഒരു എററുണ്ട്. ആ എറർ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഏരിയയിലോട്ടും എത്തുമെന്നാണ് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് കൺസെപ്റ്റ്സിലോട്ട് പോവാം. നമ്മൾ അഡിഷൻ അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ സമയത്ത് നമ്മൾ എടുക്കുന്ന എറർ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് എററാണ്. അതായത് ഡെൽറ്റ A അല്ലെങ്കിൽ ഡെൽറ്റ X ആണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ അഡിഷൻ അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ സമയത്ത് നമ്മൾ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യണം. അടുത്തൊരു പോയിൻ്റ്, എറർ എപ്പോഴും ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എറർ എപ്പോഴും ആഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യനാണ് x = a + b - 2c. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ പ്ലസ് മൈനസ് മാത്രമേ ഉള്ളൂ.
അപ്പോൾ നിങ്ങളടുത്ത് എറർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അബ്സല്യൂട്ട് എററാണ് എടുക്കാനുള്ളത്. അബ്സല്യൂട്ട് എറർ ഡെൽറ്റ എ ആണ്. പിന്നെ എറർ ആൾവേസ് ആഡഡ് ആണ്. ഈ രണ്ട് കാര്യം മനസ്സിലാലോചിക്കണം. അപ്പം ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു, അതായത് അബ്സല്യൂട്ട് എറർ ഇൻ എക്സ് ഇസ് ഈക്വൽ ടു അബ്സല്യൂട്ട് എറർ ഇൻ എ പ്ലസ് അബ്സല്യൂട്ട് എറർ ഇൻ ബി പ്ലസ് എറർ ആൾവേസ് ആഡഡ് ആണ്. കോൺസ്റ്റൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. സോ 2 ഇൻറ്റു അബ്സല്യൂട്ട് എറർ ഓഫ് സി. ഇതാണ് അഡിഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ ഉള്ളത്. നമുക്കൊരു ക്വസ്റ്റ്യനോട് ചെയ്യാം. എക്സ് ഈസ് ഈക്വൽ ടു 3a. എനിക്ക് എക്സിലുള്ള എറർ കണ്ടുപിടിക്കണം. അപ്പോൾ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ഡെൽറ്റ എ. ഇത് അഡിഷനും മൾട്ടിപ്ലിക്കേഷനും അല്ല, ഇതൊരു എക്സെപ്ഷൻ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം. എക്സെപ്ഷൻ എന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ച് വെച്ചിരുന്നാൽ മതി. ഓക്കെ. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ വരുമ്പോൾ, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ അതുപോലെ തന്നെ എക്സ്പോണൻഷ്യൽ ഫോം a⁻n ആ ഒരു ഫോമിലൊക്കെ എഴുതുമ്പോൾ നമ്മൾ കോൺസ്റ്റൻറ്റ് നെഗ്ലക്റ്റ് ചെയ്യണം. ഫസ്റ്റ് കാര്യം കോൺസ്റ്റൻറ്റ് നെഗ്ലക്റ്റ് ചെയ്യണം. കോൺസ്റ്റൻറ്റ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യണം. പിന്നെ നമ്മൾ റിലേറ്റീവ് എററാണ് അവിടെ എടുക്കുന്നത്. പിന്നെ എറർ എപ്പോഴും ആഡ് ചെയ്യണം. നെഗറ്റീവ് പവർ ആണെങ്കിൽ കൂടി നമ്മൾ എറർ ആഡ് ചെയ്യണം. ഇത് ഇത്രയുമാണ് ആദ്യത്തെ മെയിനായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പം എക്സ് ഈസ് ഈക്വൽ ടു എ ബി. സോ എൻ്റെ അടുത്ത് പറഞ്ഞു ഫൈൻഡ് ദ റിലേറ്റീവ് എറർ ഇൻ എക്സ്. സോ ഡെൽറ്റ എക്സ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ, അതായത് റിലേറ്റീവ് എറർ ഇൻ എ പ്ലസ് റിലേറ്റീവ് എറർ ഇൻ ബി. ഇപ്പം ക്വസ്റ്റ്യനിൽ റിലേറ്റീവ് എററിലല്ല ചോദിച്ചിരിക്കുന്നത്, നിങ്ങളടുത്ത് ചോദിച്ചിട്ട് മീൻ അബ്സല്യൂട്ട് എററാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മീൻ അബ്സല്യൂട്ട് എറർ ഇൻ എക്സ് ആണ് ചോദിച്ചിരിക്കണമെങ്കിൽ ഡെൽറ്റ എക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു ഇത്രയും സംഭവം ഇൻറ്റു എക്സ്. അപ്പം ഇതാണ് എക്സ് ഈസ് ഈക്വൽ ടു എ ബി ചെയ്യാനുള്ളത്. ഇനി എക്സ് ഈസ് ഈക്വൽ ടു എ ബൈ ബി ചോദിച്ചെന്ന് വിചാരിച്ചോ. അപ്പം നമുക്കറിയാം ഡിവിഷൻ വന്നാലും റിലേറ്റീവ് എററാണ്. സോ ഡെൽറ്റ എക്സ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ബീനെ മുകളിലോട്ട് കൊണ്ടുപോകുമ്പം ബി മൈനസ് എ ഇൻറ്റു ബി റൈസ് ടു -1 എന്ന് വരും. അപ്പം മൈനസ് നിങ്ങൾ വിചാരിക്കുമല്ലേ, എറർ ആൾവേസ് എററാണ്. സോ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി ആണ്. പിന്നെ ഇവിടെ കോൺസ്റ്റൻറ്റ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തേ പറ്റൂ. ഇനി അടുത്തത് എക്സ് ഈസ് ഈക്വൽ ടു a⁻n. സോ ഇതൊരു എക്സ്പൊണൻഷ്യൽ ഫോമാണ്, ഇവിടെയും റിലേറ്റീവ് എററാണ്. അപ്പം ഡെൽറ്റ എക്സ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പവറായിട്ട് കിടക്കുന്നതിനെ നമ്മൾ മുന്നിൽ എഴുതണം. അതായത് n ഇൻറ്റു റിലേറ്റീവ് എറർ ഓഫ് എ എടുക്കണം. ഇതാണ് എക്സ്പോണൻഷ്യൽ ഫോം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. അല്ലെങ്കിൽ ഒരു കൺസെപ്ഷൻ കൂടെ നോക്കിയിട്ട് പോവാം. എക്സ് ഈസ് ഈക്വൽ ടു 3a² അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. എക്സ് ഈസ് ഈക്വൽ ടു 3a² b/4c √d എന്നാണ് ക്വസ്റ്റ്യൻ. സോ എൻ്റെ അടുത്ത് ചോദിച്ചു ഫൈൻഡ് ദ റിലേറ്റീവ് എറർ ഇൻ എക്സ്. സോ ഇത് നോക്കിയേ, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷന് മാത്രമേ ഉള്ളത്. മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഈസ് ഓൺലി പ്രസൻറ്റ് ഹിയർ, റൈറ്റ്? അപ്പോൾ നമ്മൾ റിലേറ്റീവ് എററാണ് എടുക്കേണ്ടതെന്ന് മനസ്സിലായി. അപ്പം ഡെൽറ്റ എക്സ് ബൈ എക്സ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റിനെ എലിമിനേറ്റ് ചെയ്യണം. അതായത് 3നെ എലിമിനേറ്റ് ചെയ്തു. ഇനി നോക്കി a² എന്ന് പറയുന്ന എക്സ്പോണൻഷ്യൽ ഫോമിലാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ 2നെ മുന്നിൽ എഴുതണം. 2 എഴുതി ഇൻറ്റു റിലേറ്റീവ് എറർ ഓഫ് എ പ്ലസ് റിലേറ്റീവ് എറർ ഓഫ് ബി
അടിയിലെന്താണ് 4c√d ആണല്ലേ. അപ്പം C4 ഒരു കോൺസ്റ്റൻ്റ് ആണ്, നെഗ്ലക്റ്റ് ചെയ്തു. പിന്നെ സീൻ്റെ റിലേറ്റീവ് എറർ നമ്മളിങ്ങനെ ആഡ് ചെയ്യണം. ഇനി D എന്ന് പറയുന്നത് d⁻² ആണ്, √d എന്ന് പറയുന്നല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിനെ നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കാവും. സോ +12 ∆d/d, ഇതാണ് കൺസെപ്റ്റ്. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്നാണ് തോന്നുന്നത്. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് വെർനിയർ കാലിപ്പറും അതുപോലെ തന്നെ സ്ക്രൂ ഗേജുമാണ്. അപ്പോൾ ഈ ഇടയായിട്ട് ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നുണ്ട്. നമുക്ക് ആ ഒരു ടോപ്പിക്ക് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. സ്ക്രൂ ഗേജും വെർനിയർ കാലിപ്പറും, പിന്നെ ഇതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസും നോക്കാം. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ്സ് വെച്ചുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.